ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വീറ്റ്സൺ ബ്രിഡ്ജിന്റെ ചില പ്രോബ്ലങ്ങളും അതുപോലെ തന്നെ അതിന്റെ അപ്ലിക്കേഷൻ ആയിട്ടുള്ള മീറ്റർ ബ്രിഡ്ജുമാണ്. വീറ്റ്സൺ ബ്രിഡ്ജ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. എന്തായിരുന്നു വീറ്റ്സൺ ബ്രിഡ്ജ്? റെസിസ്റ്റൻസിന്റെ 4 റെസിസ്റ്റൻസുകളുടെ ഒരു നെറ്റ്വർക്കാണ്. ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയിരിക്കുന്ന സമയത്ത് അൺനോൺ റെസിസ്റ്റൻസിനെ കണ്ടുപിടിക്കാം. പിയും ക്യൂവും ആറും എസും 4 ആംസ് ആണ് റെസിസ്റ്റൻസ് ആയിട്ടെങ്കിൽ പി ബൈ ക്യൂ സിക്കൽ ടു ആർ ബൈ എസ് എന്ന് പറയുന്ന കണ്ടീഷൻ ബാലൻസിംഗ് കണ്ടീഷനാണ്. ആ ഡയഗ്രമൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ആ സമയത്ത് ഗാൽവനോമീറ്ററിലെ കറന്റ് 0 ആയിരിക്കുകയും ചെയ്യും. ഗാൽവനോമീറ്ററിന്റെ കറന്റ് 0 ആവുമ്പോൾ ഗാൽവനോമീറ്ററിന്റെ ഭാഗത്തുള്ള റെസിസ്റ്റൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട എന്ന് ചുരുക്കം. ഇതുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലങ്ങൾ പബ്ലിക് എക്സാമിനേഷൻ ചോദിക്കുന്നതാണ് ഞാൻ ബോർഡിലേക്ക് വരച്ചു വെച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കാം. നമുക്ക് ആദ്യം ഈ ചിത്രം നോക്കാം. ഈ ഡയഗ്രം നോക്കിയേ. ഇതില് ഇപ്പൊ കണ്ടാൽ വേഗം മനസ്സിലായി ഏതാണ്ട് ഒരു വീറ്റ്സൺ ബ്രിഡ്ജിന്റെ നെറ്റ്വർക്കിന്റെ പോലെ ഉണ്ട്. 4 റെസിസ്റ്റൻസുകൾ, 4 ഓം, 2 ഓം, 6 ഓം, 3 ഓം. നടുവിൽ ഒരു ഗാൽവനോമീറ്ററിന് പകരം ഗാൽവനോമീറ്റർ അല്ല കുറച്ചും കൊടുത്തിരിക്കുന്ന ഒരു 1 ഓം റെസിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ട്. ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ വോൾട്ടേജ് 18.5 വോൾട്ട് ആണ് EMF. ചോദ്യം ഇതാണ്, ഇതിൽ നിന്ന് വരുന്ന കറണ്ട് എത്ര? എക്കും ബിക്കും ഇടയ്ക്കാണ് നമ്മൾ ബാറ്ററി കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ഈ ചിത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് വേഗം മനസ്സിലാവണം. 5 റെസിസ്റ്റൻസുകൾ ഉണ്ടായി, 4 റെസിസ്റ്റൻസുകളെ ഈ രൂപത്തിലാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഗാൽവനോമീറ്ററിന്റെ പകരമാണ് 5ാമത്തെ റെസിസ്റ്റൻസ്. ദിസ് ഈസ് ലൈക്ക് എ വീറ്റ്സൺ ബ്രിഡ്ജ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ സാധിക്കണം. അങ്ങനെ വീറ്റ്സൺ ബ്രിഡ്ജ് പോലെയാണെങ്കിൽ നമുക്കതില് ആദ്യം നിങ്ങൾ വീറ്റ്സൺ ബ്രിഡ്ജ് ആണെന്ന് മനസ്സിലാക്കിയാൽ അത് ബാലൻസ്ഡ് ആണോ എന്ന് ഉറപ്പുവരുത്തുക. എന്താ ബാലൻസ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ? ബാലൻസ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ പി ബൈ ക്യൂ സിക്കൽ ടു ആർ ബൈ എസ്. ആരതിലെ പിന്റെ സ്ഥാനത്ത്? നമ്മൾ ചിത്രം വരച്ചതിനെ ഓർമ്മിക്കാത്തത് പി ആണ്. ഇത് ക്യൂവിന്റെ സ്ഥാനത്താണ്, ഇതാണ് ആറിന്റെ സ്ഥാനത്ത്, ഇതാണ് എസിന്റെ സ്ഥാനത്ത്. അപ്പൊ നമ്മൾ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണോ നോക്കുക. എന്താ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവാനുള്ള കണ്ടീഷൻ? പി ബൈ ക്യൂ ഇസ് ഈക്വൽ ടു ആർ ബൈ എസ്. ഇങ്ങനെയാണെങ്കിൽ ഈ ഗാൽവനോമീറ്ററിന്റെ സ്ഥാനത്തുള്ള റെസിസ്റ്റൻസ് കൂടെ ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന കറന്റ് 0 ആയിരിക്കും. അപ്പൊ നോക്കുക, പി ബൈ ക്യൂ, പിന്റെ സ്ഥാനത്ത് 4, ബൈ ക്യൂവിന്റെ സ്ഥാനത്ത് 2, ഈക്വൽ ടു ആറിന്റെ സ്ഥാനത്ത് 6 ആൻഡ് എസിന്റെ സ്ഥാനത്ത് 3. ശരിയല്ലേ? 4/2 2ആണ്, 6/3 2ആണ്. അപ്പൊ ദിസ് ഈസ് കറക്റ്റ്. സോ ദിസ് ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ്. ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണോ എന്ന് പറഞ്ഞാൽ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് 0 ആയിരിക്കണം. അതായത് ഈ 1 ഓമിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് 0 ആണ് എന്നർത്ഥം ഈ കണക്ഷനിൽ. എന്ന് പറഞ്ഞാൽ ഇത് കൂടെ കറന്റ് പാസ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഈ 1 ഓമിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്ന വാക്കിന് എപ്പോഴാണ് ഇമ്പോർട്ടൻസ് വരിക? അതിലൂടെ കറന്റ് പാസ് ചെയ്യുമ്പോഴാണ്. അപ്പോ ഈ 1 ഓമിലൂടെ കറന്റ് പാസ് ചെയ്യാത്തതുകൊണ്ട് 1 ഓമിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട എന്ന് ചുരുക്കം. അപ്പൊ നമ്മളുടെ ചോദ്യം ഇത്രയും EMF കൊടുത്താൽ എത്രയാണ് കറന്റ് വരിക എന്നാണ്. അപ്പൊ എക്കും ബിക്കും ഇടയ്ക്കുള്ള ആകെ റെസിസ്റ്റൻസ് എത്രയാന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. എക്കും ബിക്കും ഇടയ്ക്കുള്ള ആകെ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ 1 ഓമിനെ നോക്കണ്ട. ബാക്കി നിങ്ങൾ മുമ്പ് പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പൊ എക്കും ബിക്കും നോക്കുമ്പോൾ ഈ 4 ഓമും ഈ 2 ഓമും സീരീസിലാണ്, ഈ 6 ഓമും ഈ 3 ഓമും സീരീസിലാണ്. ഇത് മൊത്തം ഇതിന് പാരലാണ്. അപ്പൊ 4ഉം 2ഉം 4 പ്ലസ് 2 ഓക്കെ പാരലൽ, 6 പ്ലസ് 3, 6 3 സീരീസ് ആയതുകൊണ്ട്. അപ്പൊ എന്റെ 1 ഓമിനെ കൺസിഡർ ചെയ്യാത്തത്? ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണ്, 1 ഓമ കൂടെ കറന്റ് പാസ് ചെയ്യുന്നില്ല. സോ ആൻസർ ഈസ് എത്ര? 4 2 6 പാരലൽ 9. ദാറ്റ്സ് ഈക്വൽ ടു 6 9 54 ബൈ 6 പ്ലസ് 9 15. 54 ബൈ 15 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാലോ. 3 കൊണ്ട് അടിച്ചാൽ 3 18 54 3 5 15. അപ്പൊ 18/5 ഓം ആണ് ആകെ റെസിസ്റ്റൻസ് എക്കും ബിക്കും ഇടയ്ക്ക്. എങ്ങനെ കിട്ടി? പിയും ക്യൂവും സീരീസിലാണ്, ആറും എസും സീരീസിലാണ്. ഇവര് ഇയാൾക്ക് പാരലാണ്. 1 ഓം കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ ഇതൊക്കെ മാറും. 1 ഓം കൺസിഡർ ചെയ്യാതിരിക്കാൻ കാരണം ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയതുകൊണ്ട് അത് കൂടെ കറന്റ് പാസ് ചെയ്തില്ല. സോ കറന്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ EMF ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ടോട്ടൽ EMF ഈസ് 18/5 വോൾട്ട് ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് 18/5 ഓം ആണ്. സോ കറന്റ് ഈസ് 2 വെട്ടിപ്പോയി 1 ആംപിയർ ആണ്. ക്ലിയർ? അപ്പൊ ഇതിലൂടെ പാസ് ചെയ്ത I ഈസ് ഈക്വൽ ടു 1 ആംപിയർ ആണെന്ന് ചുരുക്കം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണാം. അപ്പൊ ഇതിൽ ചിത്രം വേഗം കണ്ടാൽ നിങ്ങൾക്ക് ബ്രിഡ്ജ് ആണ്, വീറ്റ്സൺ ബ്രിഡ്ജ് ആണെന്ന് മനസ്സിലാവും. ബാലൻസ്ഡ് ആണെങ്കിൽ എളുപ്പത്തിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ബാലൻസ്ഡ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. മുമ്പ് ചെയ്ത വഴികളിലൂടെ തന്നെ അതിനെ ചെറുതാക്കി കൊണ്ടുവരും. ഇനി ഇതാ മറ്റൊരു ചിത്രം വീറ്റ്സൺ ബ്രിഡ്ജ് ആണോ എന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തന്നെ തോന്നില്ല. ഈ ചിത്രം നോക്കിയാ ഇതാ എക്കും ബിക്കും ഇടയ്ക്ക് ഇതാ അങ്ങനെയൊക്കെ റെസിസ്റ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. മൊത്തം നോക്കുക 1 2 3 4 5 റെസിസ്റ്റൻസുകളാണ്. അപ്പൊ 5 റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതൊരു വീറ്റ്സൺ ബ്രിഡ്ജ് ആവും. 4 എണ്ണം നമ്മുടെ 4 കൈകളും ഒരാൾ ഗാൽവനോമീറ്ററിന്റെ സ്ഥാനത്ത് പോകുന്ന അർത്ഥം. അപ്പൊ നോക്കൂ, ഇതിനെ നിങ്ങൾക്കൊന്ന് മാറ്റി വരയ്ക്കാൻ പറ്റും. ഈ ചിത്രത്തിനെ എങ്ങനെയാ മാറ്റി വരയ്ക്കാൻ പറ്റുക? ആൻഡ് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ദിസ്. നമ്മളെ എ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഉണ്ട്. ഇനി ഇങ്ങനെ ആയിരിക്കും വരിക. ഇതിങ്ങനെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. നോക്കിയാൽ
അപ്പൊ എയിൽ നിന്ന് പുറപ്പെട്ടു ഒരു 2 ഓം, ഓക്കെ 2 ഓം, വേറൊരു 2 ഓം, ഓക്കെ 2 ഓം. അപ്പൊ എയിൽ നിന്നുള്ള 2 ഓം അവിടെ കണക്ഷൻ വന്നിട്ടുണ്ട്. ഇനി ബിയിൽ നിന്ന് പുറപ്പെട്ടവരെ നോക്കുക. ബിയിൽ നിന്ന്, ഇതാണ് ബി എന്നുള്ള പോയിന്റ് വിചാരിക്കുക. ബിയിൽ നിന്ന് ഒരു 2 ഓം, ഓക്കെ. ഇനി മറ്റൊരു 2 ഓം അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് 2. അപ്പൊ ഈ 2നെയും നമ്മൾ കൺസിഡർ ചെയ്തു, ഈ 2നെയും കൺസിഡർ ചെയ്തു, ഓക്കെ. ഈ ബിയിൽ നിന്ന് പുറപ്പെട്ട 2 ഓമും എയിൽ നിന്ന് പുറപ്പെട്ട ഈ 2 ഓമും ഈ 2 ഓമും ഡി എന്നുള്ള പോയിന്റിൽ കൂട്ടിമുട്ടി. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇതിനെ ഡി എന്ന് വിളിക്കാം, 2 ഓമുകൾ. ഇനി എയിൽ നിന്ന് പുറപ്പെട്ട ഈ 2 ഓമും ബിയിൽ നിന്ന് പുറപ്പെട്ട ഈ 2 ഓമും ഇവിടെ സി എന്നുള്ള പോയിന്റിൽ കൂട്ടി. അപ്പൊ ദിസ് പോയിന്റ് ഈസ് സി. ഇപ്പൊ ഈ ചിത്രം തന്നെയാണ് ഈ ചിത്രമായിട്ട് മാറിയത്. ഇത് വരക്കലാണ് കുറച്ച് കോംപ്ലിക്കേഷൻ. നിങ്ങൾക്ക് നല്ലോണം ശ്രദ്ധിച്ച് കൈയൊന്നും വിടാതെ, ഈ റെസിസ്റ്റൻസുകളുടെ കൈകളൊന്നും വിടാതെ ഈ ചിത്രത്തിനെ ഈ ചിത്രമാക്കി കാണാൻ പറ്റിയാൽ സാധിച്ചു. ഇനി ഇവിടുത്തെ ഒരു റെസിസ്റ്റൻസ് ബാക്കി ഉണ്ടായിരുന്നു. ആരായി റെസിസ്റ്റൻസ്? ഇതാ സിക്കും ഡിക്കും ഇടയ്ക്കുള്ള റെസിസ്റ്റൻസ്. സിക്കും ഡിക്കും ഇടയ്ക്കുള്ള റെസിസ്റ്റൻസ് എത്രയാ? അതും 2 ഓം ആണ്. ഇപ്പൊ നോക്കൂ, പി ക്യൂ ആർ എസ്, ദിസ് ഇസ് ഗാൽവനോമീറ്റർ. അപ്പോ പി ബൈ ക്യൂ 2/2 1, ആർ ബൈ എസ് 2/2 1. സോ ദിസ് ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ്. അപ്പൊ ഈ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണ്. അപ്പൊ എക്കും ബിക്കും ഇടയ്ക്കുള്ള ആകെ റെസിസ്റ്റൻസ് എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ സിക്കും ഡിക്കും ഇടയ്ക്കുള്ള ഈ 2 ഓമിനെ കൺസിഡർ ചെയ്യേണ്ട കാരണം എന്താ? ബാലൻസ്ഡ് ആവുമ്പോൾ ഈ സിക്കും ഡിക്കും ഇടയ്ക്കുള്ള ഗാൽവനോമീറ്റർ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഈ സ്ഥലത്ത് കൂടെ കറന്റ് 0 ആയിരിക്കും. അപ്പൊ ഈ 2 ഓമിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ഇതിനെ മാത്രം നോക്കാൻ നേരത്തെ പോലെ 2 സീരീസിലാണ്. അപ്പൊ 4. ഈ 2 സീരീസിലാണ്. അപ്പൊ 4. ഇത് ഇതിനോട് പാരലാണ്. അപ്പൊ 4 പാരലൽ 4. ഉത്തരം 4/2. ദാറ്റ്സ് ഈക്വൽ ടു 2 ഓം. ക്ലിയർ? അപ്പൊ എക്കും ബിക്കും ഇടയ്ക്കുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് 2 ഓം എന്ന് കിട്ടി. എങ്ങനെ കിട്ടിയത്? ഇതിനെ ബ്രിഡ്ജ് ആണെന്ന് മനസ്സിലാവണം, ആ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണെന്ന് മനസ്സിലാവണം. ആ സമയത്ത് ഈ റെസിസ്റ്റൻസിനെ ഒഴിവാക്കണം, കാരണം കറന്റ് അത് കൂടെ പാസ് ചെയ്യുന്നില്ല. ബാക്കി ഈ 2 സീരീസിൽ ആ 4 പാരലൽ 4. ഉത്തരം 2 ഓം കിട്ടും. ഓക്കെ. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് പ്രോബ്ലത്തിനെ ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവണം. ഇനി നമ്മൾ ഒരു ചിത്രം കൂടി ഞാൻ അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അത് വീക്ഷണം ബ്രിഡ്ജ് ഒന്നല്ല, വെറുതെ വരച്ചപ്പോ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റിനും കൂടി തന്നു എന്ന് മാത്രം. നോക്കുക, ഈ ചിത്രത്തിനെ നിങ്ങൾക്ക് ഈ എയിൽ നിന്ന് നോക്കൂ, ആരൊക്കെ പോകുന്നുണ്ട്? ഏറ്റവും മുകളിൽ ഒരു 5 ഓം ഉണ്ട് അല്ലെ? എങ്ങനെ ചിത്രം വരയ്ക്കാൻ പറ്റണം കേട്ടോ. ഒരു 5 ഓം പോകുന്നുണ്ട്, പിന്നെ ഒരു 10 ഓം പോകുന്നുണ്ട്, ഓക്കെ. 10 ഓം പോകുന്നുണ്ട്, വീണ്ടും ഒരു 10 ഓം പോകുന്നുണ്ട്, ഓക്കെ. അപ്പൊ 5 10 10. ഇനി ഇതാ ഒരു 5 ഓം പോകുന്നുണ്ട്, ഓക്കെ. അപ്പൊ ഈ എ എന്നുള്ള പോയിന്റിൽ നിന്ന് 5 10 10 5 ഒക്കെ എനായിട്ട് ബന്ധമുണ്ട്. ഇനി നോക്കുക, ബി എന്നുള്ള പോയിന്റ് ഇതേപോലെ നോക്കുക. ബിയിൽ നിന്നും ഇതാ ഈ 5ലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോ നമുക്കിത് ശരിയായി. ഈ 5 ഇവിടുന്ന് പുറപ്പെട്ട് വരുന്നത്. ഇനി വേറൊരു 10 ഈ വഴി കൂടെ പോയിട്ടുണ്ട് അല്ലെ? ഈ വഴി കൂടെ പോയി ഈ 10നായിട്ട് കണക്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 10 ബിനായിട്ട് കണക്ഷൻ വരട്ടെ. ഇനി ഈ 10ഉം ഈ 10നായിട്ട് കണക്ഷൻ വരുന്നുണ്ട്. ഓക്കെ. ഈ 5ലേക്ക് ഈ കൈ 5 കൊടുത്തു. അപ്പൊ ഈ ചിത്രത്തിന് ഈ ചിത്രമാക്കി നിങ്ങൾക്ക് കാണാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പമായി. ഇപ്പൊ ഉത്തരം എളുപ്പമായി. 5 പാരലൽ 10 10 20 പാരലൽ 10 10 20 പാരലൽ 5. ഇതാണ് സംഭവം. അപ്പൊ 1/r is equal to 1/5 plus 1/20 plus 1/20 plus 1/5. സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ആരെ കിട്ടും? ആറിനെ കിട്ടും. വേണമെങ്കിൽ സോൾവ് ചെയ്യാൻ നമുക്ക് ദാറ്റ്സ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ നോക്കുക എന്താ വരിക? 20 നമുക്ക് കൊടുക്കുക. കോമൺ ഫാക്ടർ 20 കൊടുക്കുക. അപ്പൊ 4 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 4 ദാറ്റ്സ് ഈക്വൽ 4 4 8 2 10/20. 10/20. സോ ആർ ഇസ് ഈക്വൽ ടു 20/10 ദാറ്റ്സ് ഈക്വൽ ടു 2 ഓം. അപ്പൊ ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് 2 ഓം എന്ന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായ? ഈ എയിൽ നിന്ന് 4 റെസിസ്റ്റൻസുകൾ പോയി. എയിൽ നിന്ന് 5 പോയി, എയിൽ നിന്ന് 10 പോയി, എയിൽ നിന്ന് 10 പോയി, എയിൽ നിന്ന് 5 പോയി. എയിൽ നിന്ന് 5 പോയി, 10 പോയി, 10 പോയി, 5 പോയി. ഈ ബിയിൽ നിന്ന് അതേപോലെ ഒരു 5 കൂട്ടിമുട്ടി, ഒരു 10 വഴി ഈ 10ലേക്ക് എത്തി, മറ്റൊരു 10 വഴി ഈ 10ലേക്ക് എത്തി, ഒരു 5 ഇവിടേക്ക് കൂട്ടിമുട്ടി. അപ്പൊ ഈ ചിത്രവും സെയിം. നമുക്ക് 1 2 3 2 5 1 6 1 2 4 1 2 3 2 5 1 6 ആ റെസിസ്റ്റൻസുകൾ ഇങ്ങനെയായിട്ട് തിരിച്ചറിയാം. ഇത് വീക്ഷ ബ്രിഡ്ജൊന്നല്ല, ഞാനൊരു പ്രോബ്ലം തന്നു മാത്രം. ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലങ്ങളെ ചെയ്യാനുള്ള ഒരു ബോധം നിങ്ങളിൽ ഉണ്ടായിക്കോട്ടെ. നമ്മൾ ഇന്നത്തെ മെയിൻ വിഷയത്തിലേക്ക് പോവുകയാണ്. അപ്പൊ വീക്ഷ ബ്രിഡ്ജിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ ചെറുതായിട്ട് നമുക്ക് മനസ്സിലായി. വീക്ഷ ബ്രിഡ്ജിന്റെ ശരിയായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ആൻഡ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് മീറ്റർ ബ്രിഡ്ജ്. മീറ്റർ ബ്രിഡ്ജ് ആണ് മോഡിഫൈഡ് ഫോം ഓഫ് വീറ്റ്സൺ ബ്രിഡ്ജ് ആണ് മീറ്റർ ബ്രിഡ്ജ്.
വീറ്റ്സൺ ബ്രിഡ്ജിന്റെ ഒന്നും കൂടി നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെന്റ് സെറ്റപ്പിലാക്കി മാറ്റി തരുന്നതാണ് മീറ്റർ ബ്രിഡ്ജ്. അപ്പൊ എന്തിനാണ് മീറ്റർ ബ്രിഡ്ജ് ഉപയോഗിക്കുക? അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് മീറ്റർ ബ്രിഡ്ജ് ഉപയോഗിക്കുക. ഏതിന്റെ മോഡിഫൈഡ് ഫോമാണ്? വീറ്റ്സൺ ബ്രിഡ്ജിന്റെ മോഡിഫൈഡ് ഫോമാണ് മീറ്റർ ബ്രിഡ്ജ്. ഇനി അതിന്റെ ഭാഗങ്ങളൊന്ന് ഞാനിത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിച്ചു തരേണ്ടതാണ്. തൽക്കാലം നമ്മൾ തിയററ്റിക്കലായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും നോക്കുക. അത് കൺസിസ്റ്റ് ഓഫ്, ചിത്രം നിർബന്ധമായിട്ട് വരയ്ക്കണം, കോപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള 2 എൽ ഷേപ്പുള്ള സ്ട്രിപ്പുകൾ. നോക്കൂ, എൽ ഷേപ്പുള്ള സ്ട്രിപ്പാണ്, കോപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇനി ഇതേപോലെ ഒന്നും കൂടി വരയ്ക്കുമ്പോൾ ഞാൻ വരയ്ക്കുന്ന പോലെ തന്നെ നിങ്ങൾ വരയ്ക്കാൻ പഠിക്കുക കേട്ടോ. ഒന്നിച്ച് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ 2 എൽ ഷേപ്പുള്ള കോപ്പർ സ്ട്രിപ്പ്, ഒരു റെക്ടാംഗുലർ ഷേപ്പുള്ള കോപ്പർ സ്ട്രിപ്പ്. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കിയത് എന്താണ്? കോപ്പർ കൊണ്ടാണ്. ഇവിടെയൊക്കെ കണക്ഷൻ കൊടുക്കാൻ ടെർമിനൽസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ ഞാൻ കാണിച്ചതൊക്കെ കണക്ഷൻ കൊടുക്കാനുള്ള ടെർമിനലുകളാണ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കണക്ഷൻ കൊടുക്കാം. ഇപ്പൊ ഇതൊക്കെ കൂടിയിട്ട് ഒരു വുഡൻ ബോർഡിന്റെ മുകളിൽ ഉറപ്പിച്ചിട്ടുണ്ടാവും, ഒരു മരത്തിന്റെ ബോർഡിന്റെ മുകളിൽ ഉറപ്പിച്ചിട്ടുണ്ടാവും. എന്നിട്ട് 1 മീറ്റർ നീളമുള്ള, ഈ നീളം 1 മീറ്റർ ആയിരിക്കും, 1 മീറ്റർ നീളമുള്ള ഒരു വയറ് കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ആ വയറ് യൂണിഫോം റെസിസ്റ്റൻസ് വയറാണ്. അതിന്റെ എല്ലാ സെന്റിമീറ്ററിന്റെയും റെസിസ്റ്റൻസ് സെയിം ആണ്. അതായത് ഇവിടുത്തെ 1 സെന്റിമീറ്റർ റെസിസ്റ്റൻസ് തന്നെയാണ്, അടുത്തൊരു സെന്റിമീറ്റർ റെസിസ്റ്റൻസ്, അടുത്തൊരു സെന്റിമീറ്റർ റെസിസ്റ്റൻസ്, അങ്ങനെ 100 സെന്റിമീറ്റർ മൊത്തം 1 മീറ്റർ നീളം. അതുകൊണ്ടാണ് മീറ്റർ ബ്രിഡ്ജ് എന്ന് വന്നത്. അതിന്റെ റെസിസ്റ്റൻസ് പെർ സെന്റിമീറ്റർ ഈസ് സെയിം. എല്ലാ സ്ഥലത്തും റെസിസ്റ്റൻസ് ഒരേപോലെയാണ് വയറിന്റെ. അങ്ങനെയുള്ള യൂണിഫോം റെസിസ്റ്റൻസ് വയർ ഉണ്ടാക്കിയിരിക്കുന്നത് മാംഗനിൻ കൊണ്ടാണ്. കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാംഗനിന്റെ ഉപയോഗം. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് നെഗ്ലിജിബിൾ ആണ്. അതുകൊണ്ട് ടെമ്പറേച്ചർ മാറിയാലും റെസിസ്റ്റൻസ് മാറില്ല. അങ്ങനെ ടെമ്പറേച്ചർ മാറിയാലും റെസിസ്റ്റൻസ് മാറാത്ത മാംഗനിൻ കൊണ്ട് യൂണിഫോം റെസിസ്റ്റൻസ് വയർ ഉണ്ടാക്കിയിരിക്കുന്നു. അതിന്റെ നീളം 1 മീറ്റർ ആണ്. അതാണ് ഈ 2 എൽ ഷേപ്പ് കോപ്പർ സ്ട്രിപ്പിനായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇതിനോട് ചേർന്നിട്ട് ഒരു മീറ്റർ സ്കെയിലും വെച്ചിട്ടുണ്ടാവും. നമുക്ക് ദൂരങ്ങൾ അളക്കേണ്ടി വരും, നീളം അളക്കേണ്ടി വരും. അപ്പൊ ഒരു 1 മീറ്റർ നീളമുള്ള ഒരു മീറ്റർ സ്കെയില് ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ ഒരു മരത്തിന്റെ ബോർഡിന്റെ മുകളിൽ ഉറപ്പിച്ചിരിക്കുക. 2 ഗ്യാപ്പുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും. ആദ്യത്തെ ഗ്യാപ്പിനെ G1 എന്ന് വിളിക്കാം, രണ്ടാമത്തെ ഗ്യാപ്പിനെ G2 എന്ന് വിളിക്കാം. അപ്പോൾ ഈ 2 എൽ ഷേപ്പുള്ള കോപ്പർ സ്ട്രിപ്പും ഒരു റെക്ടാംഗുലർ സ്ട്രിപ്പും ഈ 1 മീറ്റർ ലെങ്ത് ഉള്ള യൂണിഫോം റെസിസ്റ്റൻസ് വയർ മെയ്ഡ് ഓഫ് മാംഗനിനും ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു സച്ച് ദാറ്റ് ദർ ആർ 2 gaps are formed. ഇനി ഈ ഗ്യാപ്പ് 1ലേക്ക് നമുക്ക് അറിയാത്ത റെസിസ്റ്റൻസിനെ കണക്ഷൻ കൊടുക്കുക. നമുക്കൊരു കമ്പി തന്നിട്ടുണ്ട്, ഒരു വയർ തന്നിട്ടുണ്ട്, ആ വയറിന്റെ റെസിസ്റ്റൻസ് ആണ് കാണേണ്ടത്. അയാൾക്ക് റെസിസ്റ്റൻസ് നമുക്ക് അറിയില്ല. അങ്ങനെ അൺനോൺ റെസിസ്റ്റൻസ് വയറിനെ നമുക്ക് ഇവിടെ കണക്ഷൻ കൊടുക്കാം. അപ്പൊ ദിസ് ഈസ് അൺനോൺ റെസിസ്റ്റൻസ് വയർ, അയാളുടെ പേര് X എന്ന് വിളിക്കാം. അറിയുന്ന റെസിസ്റ്റൻസ് ബോക്സ് നമുക്ക് വേണം. എന്താ റെസിസ്റ്റൻസ് ബോക്സ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് അതിൽ ഒരു പെട്ടി പോലത്തെ റെസിസ്റ്റൻസ്, അതിൽ കീകൾ ഉണ്ടാവും. ഓരോ കീ ഊരിയാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ അറിയാവുന്ന റെസിസ്റ്റൻസ് മാറ്റാനും പറ്റും. അങ്ങനെയുള്ളതിനെ പറയുന്ന പേരാണ് റെസിസ്റ്റൻസ് ബോക്സ്. അങ്ങനെ റെസിസ്റ്റൻസ് ബോക്സ് പേര് നമുക്ക് കൊടുക്കാം. അവിടെ എടുക്കുന്ന റെസിസ്റ്റൻസിനെ നമുക്ക് R എന്ന് വിളിക്കാം. അപ്പൊ റെസിസ്റ്റൻസ് ബോക്സ് R ഈസ് കണക്ടഡ് ഇൻ ദ സെക്കൻഡ് ഗ്യാപ്പ്. ഓക്കെ, സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുമ്പോൾ നന്നായി മനസ്സിലാവും. ഇനി AB എന്ന് പറയുന്ന ആളാണ് നമ്മളുടെ വയർ. യൂണിഫോം റെസിസ്റ്റൻസ് വയർ 1 മീറ്റർ ലെങ്ത് ആണ്, മാംഗനിൻ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഈ എക്കും ബിക്കും ഇടയ്ക്ക് ഒരു ബാറ്ററിനെ കണക്ഷൻ കൊടുക്കുക. ഓക്കെ, ബാറ്ററി. അപ്പൊ ഒരു ബാറ്ററി കണക്ഷൻ കൊടുത്തു എക്കും ബിക്കും ഇടയ്ക്ക്. ഇനി ഈ ടെർമിനൽ ഇവിടെ ഒരു നടുവിൽ ടെർമിനലാണ്. നമ്മൾ റെക്ടാംഗുലർ കോപ്പർ സ്ട്രിപ്പ്, നടുവിൽ വെച്ചുള്ള റെക്ടാംഗുലർ കോപ്പർ സ്ട്രിപ്പിന്റെ 3 ടെർമിനൽ ഉണ്ടാവും. 2 ടെർമിനൽ നമ്മൾ ഉപയോഗിച്ചു പോയി. നടുവിൽ ഒരു ടെർമിനൽ ഉണ്ടാവും. ഈ നടുവിലത്തെ ഒരു ടെർമിനലിൽ നിന്ന് ഒരു ഗാൽവനോമീറ്ററിലേക്ക് കണക്ഷൻ കൊടുക്കുക. ആ ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ G ആണെന്നൊക്കെ വിചാരിച്ചു. ആ ഗാൽവനോ നമ്മൾ വീറ്റ്സൺ ബ്രിഡ്ജിന് കാണിച്ച അതേപോലെ തന്നെ ആ ഗാൽവനോമീറ്ററിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു വയർ ഇങ്ങനെ ഉണ്ടാവും. ഈ വയറിനെ വിളിക്കുക ജോക്കി കണക്ഷൻ കൊടുക്കുന്ന വയറാണ്. അതിങ്ങനെ നിങ്ങൾക്ക് ഇവിടെ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ജോക്കി. J എന്ന് എഴുതിയത് ജോക്കി എന്നുള്ള അർത്ഥത്തിലാണ്. അത് നിങ്ങൾക്ക് നീക്കാം. അത് ഈ വയറിന്റെ മുകളിൽ കൂടെ ടച്ച് ചെയ്ത് ഇങ്ങനെ നീക്കാം. അതുകൊണ്ടാണ് ഏരോ മാർക്ക് ഇട്ട് ഇവിടെ ഉറപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അത് ടച്ച് ചെയ്യാൻ പറ്റും. ഈ വയറിന്റെ മുകളിൽ 1 മീറ്റർ ലെങ്ത് ഉള്ള വയറിന്റെ മുകളിലേക്ക് ഈ ഗാൽവനോമീറ്ററിന് കണക്ഷൻ കൊടുത്തിട്ടുള്ള ജോക്കി ടച്ച് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ J എന്ന് പറയുന്ന ജോക്കി ടച്ച് ചെയ്ത ഒരു സ്ഥലമാണ് ഇവിടെ കാണിച്ചത്. അപ്പൊ ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം ഓഫ് മീറ്റർ ബ്രിഡ്ജ്. അപ്പൊ വീറ്റ്സൺ ബ്രിഡ്ജിന്റെ മോഡിഫൈഡ് ഫോം ആയിട്ടുള്ള മീറ്റർ ബ്രിഡ്ജ് അൺനോൺ റെസിസ്റ്റൻസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. എന്തൊക്കെയായുള്ളത്? ദർ ആർ 2 എൽ ഷേപ്ഡ് കോപ്പർ സ്ട്രിപ്സ്, എ റെക്ടാംഗുലർ ഷേപ്ഡ് കോപ്പർ strip and it is fixed on a wooden board. മരത്തിന്റെ ബോർഡിന്റെ മുകളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. There is a uniform resistance wire made of manganine AB of length 1 meter. A meter scale is attached parallel to it. ഈ 1 meter ലെങ്ത്തിന് പാരലൽ ആയിട്ട് ഒരു മീറ്റർ സ്കെയിലും വെച്ചിട്ടുണ്ട്. The unknown resistance X is connected. Unknown resistance wire ആയിട്ടുള്ള X is connected in the first gap. G1 എന്ന് പറയുന്ന ഗ്യാപ്പിൽ ഇവിടെ ടെർമിനൽസ് ഉണ്ട്, അതിൽ കണക്ഷൻ കൊടുത്തു. And the resistance box non അറിയുന്ന resistance box is connected in the second gap. അതിനുള്ള ടെർമിനൽസിൽ കണക്ഷൻ കൊടുത്തു.
എ ബാറ്ററി ഈസ് കണക്ടഡ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആസ് ഷോൺ ഇൻ ദ ഫിഗർ. എക്കും ബിക്കും ഇടയ്ക്ക് ഒരു ബാറ്ററി കണക്ഷൻ കൊടുത്തു. എ ഗാൽവനോമീറ്റർ ഈസ് കണക്ടഡ് ബിറ്റ്വീൻ ഏതാണ് ഈ റെക്ടാംഗുലർ സ്ട്രിപ്പിന്റെ നടുവിലത്തെ ടെർമിനലിനും ജോക്കിക്കും ഇടയ്ക്ക് കണക്ഷൻ കൊടുത്തു ഒരു ഗാൽവനോമീറ്റർ. അപ്പൊ ഇത്രയാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രം മീറ്റർ ബ്രിഡ്ജിന്റെ ഉള്ളത്. ഇനി എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കുക. നമ്മൾ പറഞ്ഞു ഈ സാധനം യൂണിഫോം റെസിസ്റ്റൻസ് വയർ ആണ്. അതിന്റെ റെസിസ്റ്റൻസ് പെർ സെന്റിമീറ്റർ ഓഫ് ദ യൂണിഫോം റെസിസ്റ്റൻസ് വയർ, ആ മാഗ്നറ്റ് കൊണ്ട് ഉണ്ടാക്കിയ വയറിന്റെ ഓരോ സെന്റിമീറ്ററിന്റെ റെസിസ്റ്റൻസ് ലെറ്റ് ഇറ്റ് ബി സ്മോൾ ആർ. അപ്പൊ മൊത്തം എത്ര സെന്റിമീറ്ററിന്റെ 100 സെന്റിമീറ്റർ ഉണ്ട്. അപ്പൊ 100 സെന്റിമീറ്ററിന്റെ ആകെ റെസിസ്റ്റൻസ് എത്രയാവും? 100 × R ആവും. 1 സെന്റിമീറ്ററിന്റെ റെസിസ്റ്റൻസ് ആണ് R ഓം എന്ന് നമ്മൾ എഴുതിയത്. ഞാൻ ഈ ജോക്കിനെ കുത്തിയിട്ടുള്ള ഈ സ്ഥലത്തേക്ക് എയിൽ നിന്നുള്ള ദൂരം L സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ബാക്കി ബിയിൽ നിന്ന് ജയിലേക്കുള്ള ദൂരം എത്രയോ? ആകെ 100 സെന്റിമീറ്റർ ആണ്. അതിൽ L സെന്റിമീറ്റർ എയിൽ നിന്ന് ജയിലേക്കുള്ള ദൂരമാണ്, ജോക്കി പ്രസ് ചെയ്തിട്ടുള്ള സ്ഥലത്തേക്ക്. അപ്പൊ ബിയിൽ നിന്ന് ജയിലേക്കുള്ള ദൂരം 100 - L സെന്റിമീറ്റർ ആയിരിക്കുമല്ലോ. ക്ലിയർ? അപ്പോ L സെന്റിമീറ്ററിന്റെ റെസിസ്റ്റൻസ് LR ആയിരിക്കും. L സെന്റിമീറ്ററിന്റെ റെസിസ്റ്റൻസ് ഈക്വൽ ടു LR. അപ്പൊ ബാക്കിയുള്ള 100 - L സെന്റിമീറ്ററിന്റെ റെസിസ്റ്റൻസ് എത്രയാവും? ഈക്വൽ ടു 100 - L × R. എന്തിനാ എഴുതണമെന്നൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. എന്താ ഈ സാറ് ചെയ്യുന്നത്? നമുക്ക് നോക്കാം. അപ്പൊ അതൊക്കെ അവിടെ ഓർമ്മിച്ചു വെക്കുക. ഇനി ഈ ചിത്രത്തിനെ നിങ്ങൾക്ക് ഒരു വീറ്റ്സൺ ബ്രിഡ്ജ് പോലെ തോന്നുന്നുണ്ടോ എന്ന് നോക്കുക. വീറ്റ്സൺ ബ്രിഡ്ജ് എങ്ങനെയായിരുന്നു ഒന്നുകൂടി നമുക്ക് വരയ്ക്കാം. വീറ്റ്സൺ ബ്രിഡ്ജ് എങ്ങനെയായിരുന്നു? ഞാൻ ചിത്രത്തിന് എങ്ങനെയാക്കട്ടെ. എ എന്നുള്ള പോയിന്റ് ഇവിടെ ഉണ്ട്. എന്നിട്ട് ഇവിടെ ഒരു അൺനോൺ റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അവിടുന്ന് അങ്ങനെ പോയിട്ട് ഒരു പോയിന്റിലെത്തി. ഈ പോയിന്റിലാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് അപ്പൊ ഇത് X ആണ്. ഇനി അതിന്റെ അവിടെ അപ്പുറത്ത് ഒരു R ഉണ്ട്. ഓക്കെ, ഇനി ഇങ്ങനെ വന്നിട്ട് നമ്മളെ ബി എന്നുള്ള പോയിന്റിലേക്ക് എത്തി. ഓക്കെ, ഇനി ബിയിൽ നിന്ന് വേറെ രണ്ടാൾക്കാരെ നമുക്ക് കൊടുക്കാം. ഇയാളെ കൊടുക്കാം. ഇവിടെ ഈ എയിൽ നിന്ന് ഒരു L സെന്റിമീറ്ററിന്റെ റെസിസ്റ്റൻസ് ഉണ്ട്. L സെന്റിമീറ്ററിന്റെ റെസിസ്റ്റൻസ് എത്രയാണ്? LR ആണ്. ഓക്കെ, ബാക്കി ഇവിടെ 100 - L ഉണ്ടല്ലോ. അതിന്റെ റെസിസ്റ്റൻസ് 100 - L × R ആണ്. ഇനി ഈ ടെർമിനലിൽ നിന്ന്, അതായത് എക്സും ആറും ചേർന്നിരിക്കുന്ന ഈ പോയിന്റിൽ നിന്ന് L ഉം 100 - L ഉം ചേർന്നിരിക്കുന്ന ഈ പോയിന്റിലേക്ക് ഒരു ഗാൽവനോമീറ്ററിന്റെ കണക്ഷൻ കൊടുത്തു. ഇതാ. അപ്പൊ ഈ ചിത്രം ആണ് ഈ ചിത്രം. ഒന്നുകൂടി മാറ്റി വരച്ചു. നിങ്ങൾ നോക്കിയ ഇത് നമ്മള് ഏതുപോലെ ഉണ്ട്? വീറ്റ്സൺ ബ്രിഡ്ജിന്റെ അതേപോലെ അല്ലേ? വീറ്റ്സൺ ബ്രിഡ്ജിൽ ഇവിടെ നമ്മൾ ആരായിരുന്നു? P ആയിരുന്നു. ഇവിടെ ആരായിരുന്നു? Q ആയിരുന്നു. ഇവിടെ ആരായിരുന്നു? ക്യാപിറ്റൽ R ആയിരുന്നു. ഇവിടെ ആരായിരുന്നു? S ആയിരുന്നു. ഈ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവുന്ന സമയത്ത്, അതായത് P/Q = R/S ആവുന്ന സമയത്ത് ഈ ഗാൽവനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ 0 ആവും. കറന്റ് ത്രൂ ദ ഗാൽവനോമീറ്റർ 0 ആവുന്നതാണ്. അപ്പൊ അതേപോലെ നമ്മൾ ഇവിടെയും ചെയ്യാം. അപ്പൊ ഇതിനെ ഈ ചിത്രം പോലെ ആയിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോളൂ. ഇനി നമ്മൾ എങ്ങനെ ചെയ്യാം? ഈ ബാറ്ററി ഓൺ ചെയ്തു, ഗാൽവനോമീറ്റർ ഒക്കെ അങ്ങനെ കണക്ട് ചെയ്തു. എന്നിട്ട് ഈ ജോക്കി നമ്മൾ പറഞ്ഞു, ജോക്കി എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്ററാണ്. ഗാൽവനോമീറ്ററിനായിട്ട് കണക്ഷൻ കൊടുത്തിരിക്കുക. ഗാൽവനോമീറ്ററിന്റെ പോസിറ്റീവ് ഇവിടെ കണക്ഷൻ കൊടുക്കണം. ഗാൽവനോമീറ്ററിന്റെ നെഗറ്റീവ് ആണ് ഈ ജോക്കിയിലേക്ക് കൊടുക്കുക. ഈ ജോക്കി എടുത്ത് പ്രസ് ചെയ്ത് ഇങ്ങനെ പോവുക. ഈ തട്ടത്ത് കുത്തിയാൽ ഗാൽവനോമീറ്ററിൽ ഒരു സൈഡിലേക്ക് ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ഈ തട്ടത്ത് കുത്തിയാൽ ഗാൽവനോമീറ്ററിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അതായത് കറന്റിന്റെ ഡയറക്ഷൻ മാറി ഉണ്ടാവും അർത്ഥം. ഇതിന്റെ ഇടയിൽ ഇങ്ങനെ പോണ സ്ഥലത്ത് ഏതോ ഒരു പോയിന്റിൽ പ്രസ് ചെയ്തപ്പോൾ ഗാൽവനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ 0 മാറി. ഇങ്ങനെ ഗാൽവനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ 0 പോയിന്റ് ആണ് ഇപ്പൊ നമ്മൾ കാണിച്ച J എന്നുള്ള പോയിന്റ്. ഈ ദൂരം എയിൽ നിന്ന് ഗാൽവനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ 0 പോയിന്റിലേക്കുള്ള ദൂരത്തിനെ വിളിക്കുന്ന പേരാണ് ബാലൻസിംഗ് ലെങ്ത്. ആ സമയത്ത് ഈ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയി എന്ന് പറയും. എപ്പോഴാ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവുക? ഇതേപോലത്തെ ചിത്രമാണ് ഇതെന്ന് മനസ്സിലായപ്പോ ഗാൽവനോമീറ്റർ കറന്റ് 0 ആണ്. എല്ലാ സ്ഥലത്തൊന്നും 0 ആവില്ല. ഇവിടെ പ്രസ് ചെയ്തപ്പോൾ ഒരു സൈഡിലേക്ക് ഡിഫ്ലക്ഷൻ ഉണ്ടായി ഒരു ഡയറക്ഷനിൽ കറന്റ് പാസ് ചെയ്തു. അപ്പൊ ഇങ്ങനെ കറന്റ് പാസ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഈ എൻഡിൽ പ്രസ് ചെയ്തപ്പോൾ ഡയറക്ഷൻ, ഈ ഡിഫ്ലക്ഷൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരും. അതായത് കറന്റിന്റെ ഡയറക്ഷൻ മാറി. ഇതിന്റെ ഇടയിൽ ഏതോ ഒരു പോയിന്റിൽ ഇങ്ങനെ ജോക്കി നീക്കി ഇത് അങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ നീക്കി. ഇവിടെ ലെഫ്റ്റ് ആയിരുന്നു ഡിഫ്ലക്ഷൻ, ഇവിടെ റൈറ്റ് ആയിരുന്നു ഡിഫ്ലക്ഷൻ ചേർക്കുക ഗാൽവനോമീറ്ററിൽ. ഈ ഒരു പോയിന്റിൽ എത്തിയപ്പോ ഡിഫ്ലക്ഷൻ ഒന്നും ഇല്ലാണ്ടായി. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ബാലൻസിംഗ് പോയിന്റ്. ആ ബാലൻസിംഗ് പോയിന്റിലേക്ക് അൺനോൺ റെസിസ്റ്റൻസ് X കണക്ഷൻ കൊടുത്ത സൈഡാണ് A. അവിടെ നിന്നുള്ള ദൂരമാണ് ബാലൻസിംഗ് ലെങ്ത്. ഇതൊക്കെ ശ്രദ്ധിക്കുക. എവിടുന്ന ബാലൻസ് ലെങ്ത് അളക്കുക? ഇവിടെ നിങ്ങളല്ല അളന്നത്. X എവിടെയാണോ കൊടുത്തത്, അൺനോൺ റെസിസ്റ്റൻസ് കൊടുത്ത സ്ഥലത്ത് നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്. അൺനോൺ റെസിസ്റ്റൻസ് കൊടുത്ത് ലെഫ്റ്റിലാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്. ഈ X എടുത്തിട്ട് ഞാൻ ഈ ഗ്യാപ്പിലാണ് കൊടുത്തുവെച്ചാൽ അപ്പൊ ബിയിൽ നിന്നാണ് അളക്കേണ്ടത് എന്ന് ചുരുക്കം. ഇപ്പൊ ഞാൻ X കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് ഗ്യാപ്പിലാണ്. അപ്പൊ ലെഫ്റ്റിൽ നിന്നാണ് അളന്നത്. ജോക്കി പ്രസ് ചെയ്ത ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ 0 അതായത് ബാലൻസിംഗ് പോയിന്റിലേക്കുള്ള ദൂരമാണ് L സെന്റിമീറ്റർ.
അപ്പൊ ഇത്രയും ഭാഗത്തുള്ള റെസിസ്റ്റൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്ന എൽ ആർ. ഇവിടെ എഴുതി ഞാൻ 1 സെന്റിമീറ്റർ റെസിസ്റ്റൻസ് ആർ ഓം ആണ്. അപ്പൊ L സെന്റിമീറ്റർ റെസിസ്റ്റൻസ്, യൂണിഫോം റെസിസ്റ്റൻസ് വയറിന്റെ റെസിസ്റ്റൻസ് എൽ ആർ. അപ്പൊ ഇവിടുത്തെ റെസിസ്റ്റൻസ് ആണ് ഞാൻ ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് കാണിച്ചത് എൽ ആർ. അപ്പൊ ബാക്കിയുള്ള ഇവിടുത്തെ റെസിസ്റ്റൻസ് 100 - L സെന്റിമീറ്റർ റെസിസ്റ്റൻസ് 100 - L × R. അപ്പൊ ഈ ചിത്രത്തില് എക്സിന്റെ ആറിന്റെ ഒക്കെ അതേപോലെ തന്നെ ഈ L സെന്റിമീറ്ററിന്റെ റെസിസ്റ്റൻസ് ആണ് ഇവിടെ കാണിച്ചത്, ഈ 100 - L സെന്റിമീറ്റർ റെസിസ്റ്റൻസ് ആണ് ഇവിടെ കാണിച്ചത്. ഈ ഗാൽവനോമീറ്റർ വന്ന് ഇവിടെയാണ് കുത്തിയത്. അപ്പൊ ഇവിടെ ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ 0 ആകുമ്പോൾ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണ്. ബ്രിഡ്ജ് ബാലൻസ്ഡ് ആകുമ്പോൾ ഈ ചിത്രപ്രകാരം P ന്റെ സ്ഥാനത്ത് എക്സ്, Q ന്റെ സ്ഥാനത്ത് ആറ്, ആറിന്റെ സ്ഥാനത്ത് എൽ ആർ, എസ് ന്റെ സ്ഥാനത്ത് 100 - L × R ആണ്. സോ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവുന്ന കണ്ടീഷൻ P/Q = R/S ആണെന്ന് എല്ലാവർക്കും അറിയാം. ആ P ന്റെ സ്ഥാനത്ത് ഇപ്പൊ ആരാണ്? P ന്റെ സ്ഥാനത്ത് ഇവിടെ ഈ ആളാണ് എക്സ് ആണ്. എക്സ് ഡിവൈഡഡ് ബൈ ക്യൂവിന്റെ സ്ഥാനത്ത് ആരാ? ക്യൂവിന്റെ സ്ഥാനത്ത് ഈ ക്യൂ ആണ്. ഇവിടെയാണ് ക്യൂ നമ്മൾ പണ്ട് ചിത്രം വരച്ചിരുന്നത്. അതിന്റെ സ്ഥാനത്ത് ഇവിടെ ആർ ആണ്. സോ X/R = ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ താഴത്തെ ഇടതുഭാഗത്തുള്ളതായിരുന്നു. താഴത്തെ ഇടതുഭാഗത്ത് ഇപ്പൊ ആറിന്റെ സ്ഥാനത്ത് ആരാണ്? ഇത്രയും സെന്റിമീറ്ററിന്റെ റെസിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് L സെന്റിമീറ്റർ റെസിസ്റ്റൻസ് ഈസ് LR ഡിവൈഡഡ് ബൈ എസ് ന്റെ സ്ഥാനത്ത് താഴത്ത് വലതുഭാഗത്ത് ആരാ? 100 - L സെന്റിമീറ്ററിന്റെ റെസിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് 100 - LR. ഈ സ്മോൾ ആർ വെട്ടിപ്പോവും. സോ X/R = L ഡിവൈഡഡ് ബൈ 100 - L. സോ X ഇതില് നിങ്ങൾക്ക് ആർ അറിയാം, എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ സ്കെയിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ദൂരം അളക്കാൻ പറ്റും. 100 - L അപ്പൊ സ്കെയിൽ ഉപയോഗിച്ച് അളക്കാം. സോ X അൺനോൺ റെസിസ്റ്റൻസ് RL ബൈ 100 - L. ഇമ്പോർട്ടന്റ് ഫോർമുല. ഇതാണ് മീറ്റർ ബ്രിഡ്ജിന്റെ വർക്കിംഗ്. മനസ്സിലായി വിചാരിക്കണം. അപ്പൊ മീറ്റർ ബ്രിഡ്ജ് ഈസ് എ മോഡിഫൈഡ് ഫോം ഓഫ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണ്. ഈ ഡെറിവേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രത്തിനെ ഈ ചിത്രമായി കാണാൻ പറ്റുകയും മുമ്പ് വിളിച്ച വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിലെ PQRS ന്റെ സ്ഥാനത്തുള്ള ആൾക്കാരെ മനസ്സിലാവുകയും ചെയ്യണം. പിന്റെ സ്ഥാനത്ത് എക്സ് ആണ്, ക്യൂവിന്റെ സ്ഥാനത്ത് ആർ ആണ്, ആറിന്റെ സ്ഥാനത്ത് L സെന്റിമീറ്ററിന്റെ റെസിസ്റ്റൻസ് ആണ്, എസിന്റെ സ്ഥാനത്ത് 100 - L സെന്റിമീറ്റർ റെസിസ്റ്റൻസ് ആണ്. ഈ ഗാൽവനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ 0 ആകുമ്പോൾ ജോക്കി ഇവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണ്. ഇപ്പൊ P/Q = R/S. ഈ അറിയുന്ന ഡാറ്റ കൊടുത്തപ്പോൾ സ്മോൾ ആർ റെസിസ്റ്റൻസ് പെർ സെന്റിമീറ്റർ ഒന്നും അറിയണ്ട, ക്യാൻസൽ ചെയ്ത് പോകും. സോ യു ക്യാൻ കാൽക്കുലേറ്റ് X/R = L ബൈ 100 - L. ആറ് നിങ്ങൾക്കറിയാം, റെസിസ്റ്റൻസ് ബോക്സിൽ എത്ര റെസിസ്റ്റൻസ് ഉപയോഗിച്ച് നിങ്ങൾക്കറിയാം. L എന്നുള്ള സെന്റിമീറ്റർ നിങ്ങൾക്ക് ബാലൻസ് ലെങ്ത് സ്കെയിൽ ഉപയോഗിച്ച് അളക്കാം. ബാക്കി 100 - L അപ്പൊ കിട്ടും. സോ അറിയാത്തത് R ആണ്. അറിയാത്തത് X ആണ്. X = RL ബൈ 100 - L. ഈ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെ റിപ്പീറ്റ് ചെയ്യാം? ഈ റെസിസ്റ്റൻസ് ബോക്സിലെ കീ മാറ്റി ചെയ്ത് എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഗ്യാപ്പ് മാറ്റിയിട്ടും എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യാം. എക്സിനെ അടുത്ത് റൈറ്റ് ഗ്യാപ്പിൽ ഇടുക, നോൺ റെസിസ്റ്റൻസ് ബോക്സ് ആറിനെ അടുത്ത് ലെഫ്റ്റ് ഗ്യാപ്പിൽ ഇടുക. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് എക്സ് റൈറ്റ് ഗ്യാപ്പിൽ വന്നാൽ ബാലൻസ് ലെങ്ത് എല്ലാം അളക്കേണ്ടത് ബിയിൽ നിന്ന് ഇങ്ങോട്ടാണ്, റൈറ്റിൽ നിന്ന്. എവിടെയാണോ എക്സ് കണക്ഷൻ കൊടുത്തത് ആ സൈഡിൽ നിന്നായിരിക്കണം ബാലൻസ് ലെങ്ത് അളക്കേണ്ടത്, അല്ലെങ്കിൽ തെറ്റും. അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ റെസിസ്റ്റൻസ് ബോക്സിൽ ആറിന്റെ വാല്യൂ റിപ്പീറ്റ് ചെയ്ത് മാറ്റിയിട്ട് എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യാം. ഗ്യാപ്പ് ഇന്റർചേഞ്ച് ചെയ്തിട്ടും റിപ്പീറ്റ് ചെയ്യാം. ഗ്യാപ്പ് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞു എന്താ ചെയ്യേണ്ടത്? എവിടെയാണോ അൺനോൺ റെസിസ്റ്റൻസ് കണക്ഷൻ കൊടുത്തത് അവിടെ നിന്നാണ്, ആ സൈഡിൽ നിന്നാണ് ബാലൻസ് ലെങ്ത് അളക്കേണ്ടത്. ഇപ്പൊ ഫോർമുല ഓർമ്മിക്കുക, X = RL ബൈ 100 - L. ഇതാണ് ഏതിന്റെ അപ്ലിക്കേഷൻ? വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ അപ്ലിക്കേഷൻ ആയിട്ടുള്ള മീറ്റർ ബ്രിഡ്ജ്. ഒന്ന് നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.